ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ EGR അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്, ശരിക്കും ഇത് എന്തിനാണ് ഇങ്ങനൊരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്? അതായത് ഒരു ഡീസൽ വാഹനമല്ല, നമ്മൾ ഈ കാണുന്ന ഒരു പെട്രോൾ വാഹനമാണ്. അതായത് ഒരു പെട്രോൾ വാഹനത്തിൽ എന്തിനാണ് EGR, അതായത് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ എന്ന് പറയുന്നൊരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ യൂണിറ്റ് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്? എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ പേരിൽ തന്നെയുണ്ട്, എക്സോസ്റ്റ് ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ റീസർക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ്? ചിലരെങ്കിലും പറയുമായിരിക്കും മൈലേജ് കൂടുതൽ കിട്ടും, അതുകൊണ്ടൊരു വലിയൊരു ഗുണമാണ്. ശരിക്കും എങ്ങനെ എക്സോസ്റ്റ് ഗ്യാസ്, അതായത് കത്തിപ്പോയൊരു ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടുമോ? ഇല്ല. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ ഹീറ്റിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹീറ്റിനെ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ ഹീറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ഹീറ്റിനെ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? അടുത്തൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനകത്ത് ഫ്യൂവൽ ബേണിംഗ് ആണ് നടക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ ഫ്യൂവൽ ബേൺ ആകുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൽ ഇൻടേക്ക് എയർ എടുക്കുന്നു, അകത്തോട്ട് എയർ വരുന്നു, ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു, അറ്റമൈസ്ഡ് ഫോമിലാണ്, അതായത് സ്പ്രേയുടെ ഫോമിലാണ്, ഒരു സ്പാർക്ക് കൊടുക്കുന്നു, അവിടെ ബേണിംഗ് നടക്കുന്നു. ഇത്രയും സംഭവമാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് EGR അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് അവിടെ ചെയ്യുന്നത്? നമ്മുടെ വാഹനത്തിനകത്ത് ഇതുപോലെ തീ ഉണ്ടാകും, അല്ലെങ്കിൽ കത്തലുണ്ടാകും, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഹീറ്റിൻ്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ഹീറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് സെൽഫ് ഇഗ്നീഷൻ അല്ലെങ്കിൽ സെൽഫ് ഇഗ്നൈറ്റ് ആകാൻ തുടങ്ങുന്നത്. അതായത് പെട്രോൾ സ്പ്രേ ചെയ്ത ഉടനെ തന്നെ കത്താൻ തുടങ്ങും, സ്പാർക്ക് കൊടുക്കുന്നതിന് മുമ്പ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് വാഹനത്തിനകത്ത് നോക്കിങ്, അല്ലെങ്കിൽ ഈ നമ്മളെന്താ പറയുന്നത്, ഒരു ഫോർത്ത് ഗിയറിലൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലോട്ട് ആക്കാതെ നമ്മൾ പിന്നെയും കാല് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ പുതിയ വാഹനത്തിൽ നോക്കിങ് അത്രയും ഫീൽ ചെയ്യത്തില്ല. എന്നാൽ പഴയ വാഹനങ്ങൾ എല്ലാവർക്കും അറിയാം, എഞ്ചിന് ടക്ക് പറഞ്ഞൊരു ഒച്ച കേൾക്കുന്നത്, അതിനെയാണ് നോക്കിങ് എന്ന് പറയുന്നത്. ഈ നോക്കിങ് എന്ന് പറഞ്ഞാൽ കൂടുതലും സെൽഫ് ഇഗ്നൈറ്റ് ആകുന്നതും പ്രോപ്പർ ടൈമിങ്ങിലല്ലാത്ത രീതിയിൽ സ്പാർക്ക് വന്ന് വാഹനത്തിനകത്ത് ഫ്യൂവൽ ബേണിങ് നടക്കുന്ന സമയത്താണ് ഈ പറഞ്ഞൊരു നോക്കിംഗ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്തിനാണ് EGR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സോസ്റ്റ് ഗ്യാസ് സർക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് ഇൻടേക്ക് മാനിഫോൾഡിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡിലോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അകത്തോട്ട് ഓക്സിജൻ്റെ അളവ് കൂടുന്ന സമയത്ത് ബേണിങ് കൂടും, അതായത് കത്തൽ കൂടും. കത്തിയൊരു ഗ്യാസാണ് ചെല്ലുന്നതെങ്കിൽ അതിനകത്ത് ഓക്സിജൻ്റെ അംശം കാണത്തില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ഗ്യാസ് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബേണിങ്, അല്ലെങ്കിൽ അവിടെ ഒരു ഹീറ്റ് കുറവാണ് സംഭവിക്കുന്നത്. അതായത് വാഹനത്തിനകത്ത് അല്ലെങ്കിൽ ആ എഞ്ചിനകത്ത് ഒരു ബേണിങ്ങിൻ്റെ പവർ കുറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഹീറ്റ് കുറയ്ക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞൊരു എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ നടക്കുന്നത്. ഇത് ഫുൾ ടൈം ഓൺ അല്ല. എപ്പോഴാണ് വാഹനത്തിനൊരു നോക്കിങ്ങിൻ്റെ ഫീല് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഓവറായിട്ടൊരു ഹീറ്റ് ഇതിനകത്ത് ജനറേഷൻ ചെയ്യുന്നു എന്നുള്ളത് വരുന്ന സമയത്ത് ഇതിൻ്റെ സിഗ്നൽ കിട്ടി സോളിനോയിഡ് വാൽവ് ഓപ്പൺ ആയിട്ടാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ നടക്കുന്നത്. അപ്പം ഇതാണ് ശരിക്കും EGR അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ്റെ പ്രധാന പരിപാടി. അപ്പം വാഹനത്തിൻ്റെ എഞ്ചിനകത്ത് കുറച്ചുകൂടെ കൂളറായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു തണുപ്പ് ഫീല് കിട്ടാൻ വേണ്ടി, തണുപ്പെന്ന് പറയുമ്പോൾ അത്രയും തണുപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഏകദേശം ഒന്ന് കൂളറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സോസ്റ്റ് ഗ്യാസിനെ റീസർക്കുലേറ്റ് ചെയ്യിക്കുന്നത്.